ജില്ലയിൽ ഒരേക്കറിൽ താഴെ ഭൂമിയുള്ള മുഴുവൻ ആദിവാസി ദളിത് കുടുംബങ്ങൾക്കും കൃഷിഭൂമി ലഭ്യമാക്കണമെന്നും കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് അടിയന്തര നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടും കേരള ആദിവാസി ഫോറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വിളയോട് ഗോപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 2001 ആദിവാസി കരാർ നടപ്പിലാക്കുക. 2009 സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക. 2009 സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക. ജീവിക്കാൻ ആവശ്യമായ ഭൂമി നൽകുക. ജീവിക്കാൻ ആവശ്യമായ ഭൂമി നൽകുക. കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക. കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക. ആദിവാസി ഫോറം സിന്ദാബാദ്. കുടിയേറ്റക്കാർക്കും കയ്യേറ്റക്കാർക്കും 4 ഏക്കർ മുതൽ 5 ഏക്കർ മുതൽ എത്ര ഏക്കർ പട്ടയം കൊടുക്കുമ്പോൾ 1 സെന്റ് കുടിയിരിപ്പിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ശവം മറമായി ചെയ്യാനും വീട്ടിലൊരു ചടങ്ങ് നടത്താൻ കൂടി സ്ഥലമില്ലാത്ത ആദിവാസിക്ക് 4 സെന്റിന് കൂടി 1 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അവനെ ഒഴിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനവും പൗരാവകാശ ലംഘനവും ജനദ്രോഹവും ഭരണഘടനാവിരുദ്ധമാണ്. 1975 ഉണ്ടാക്കിയ അന്യാധീനപ്പെട്ട ആദിവാസി ഭൂനിയമത്തെ കടപുഴങ്ങിക്കൊണ്ട് അതിനെ ഉന്മൂലനം ചെയ്തുകൊണ്ടുണ്ടാക്കിയ ഭേദഗതിയായിരുന്നു. ആ ഭേദഗതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സർക്കാർ 2009-ലും 2010-ലും പറഞ്ഞ മറുപടികളാണ്. 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെയുള്ള ഭൂമി ലഭ്യതയുടെ അനുസരിച്ച് കൊടുക്കാനും അവർക്ക് കാർഷിക ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വേണ്ട അസംസ്കൃത സാധനങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായം ചെയ്യാമെന്ന് ആ കരാറിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിക്കൊണ്ടാണ് കേരള സർക്കാർ, പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള മുഖ്യമന്ത്രി തന്നെ ഈ 24/2/2010 കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമം LDF സർക്കാർ കൊണ്ടുവന്നതിനെ അത് മാറ്റണം, അത് ആദിവാസി ദ്രോഹമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ആദിവാസി ഫോറം സെക്രട്ടേറിയറ്റ് നടത്തിയ ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് ഞങ്ങൾ മാറ്റും, ഇത് ആദിവാസി ദ്രോഹമാണെന്ന് പറഞ്ഞ ആളുകൾ തന്നെ വീണ്ടും അത് ആ നടപടിയുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേരള ആദിവാസി ഫോറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണയിൽ മൂപ്പിൽ K. കൃഷ്ണൻ, മേൽപ്പറമ്പ് M. രാഘവൻ, CP. ഗോപാലൻ, MK. സുജാത എന്നിവർ സംസാരിച്ചു.